അടിമയെ അള്ളാഹു സുബ്ഹാനഹു വതആല സ്നേഹിച്ചാൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം, ജിബ്രീലിൻ്റെ ഇഷ്ടം, സകല മലക്കുകളുടെയും ഇഷ്ടം, നല്ല മനുഷ്യന്മാരുടെ മുഴുവൻ ഇഷ്ടം, അതിനു പുറമെ അള്ളാഹുവിൻ്റെ സംരക്ഷണം ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ റബ്ബിൻ്റെ സ്നേഹം നേടിയെടുക്കാവുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ കാഴ്ചവെക്കണം. അത്തരം പ്രവർത്തനങ്ങൾ ആത്മാർത്ഥമായി നമ്മിലുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം റബ്ബിൻ്റെ സ്നേഹം എനിക്ക് ലഭിക്കുന്നുണ്ട് എന്ന്. അതിൽ ഒന്ന്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ധാരാളമായി ദിക്റുകൾ ചൊല്ലുന്നവരാണോ നമ്മൾ എന്ന് പരിശോധിക്കുക. കാരണം ദിക്ർ എന്ന് പറഞ്ഞാൽ ഓർക്കുക എന്നാണല്ലോ ഭാഷയിൽ പോലും അതിൻ്റെ അർത്ഥം. നമ്മൾ ആരെയാണ് ഓർക്കുക? നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളെ. നമുക്ക് ഇഷ്ടമുള്ള ആളുകൾ നമ്മൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കും, എപ്പോഴും അവരെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അത് ഇഷ്ടത്തിൻ്റെ ഒരു അടയാളമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അള്ളാഹുവിനോട് ഇഷ്ടമുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് ദിക്റുകളിലെ വർധനവ്. രണ്ടാമത്തത്, അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങളിൽ കണിശത, പ്രത്യേകിച്ചും നമസ്കാരത്തിൽ ഉണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബു ഇലൈഹി മിമ്മ ഫ്തറർതുഹു അലൈഹി. ഒരടിമ എന്നിലേക്ക് അടുക്കുന്നതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ ഫർളാക്കിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഏറ്റവും ഇഷ്ടം ഫർളായ കാര്യങ്ങളിൽ കണിശത വെച്ച് പുലർത്തുന്നവരെ അള്ളാഹുവിന് വമ്പിച്ച ഇഷ്ടമാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണത്. മൂന്നാമത്തത്, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാതെ പോയാൽ നമുക്ക് ദുഃഖം തോന്നുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഒരു ജമാഅത്ത് നഷ്ടപ്പെട്ടാലോ, അല്ലെങ്കിൽ നമ്മൾ പതിവായി നമസ്കരിച്ച് വരുന്ന ഒരു സുന്നത്ത് നമസ്കാരം നിസ്കരിക്കാൻ പറ്റില്ല, പതിവായി ചെയ്തു വരുന്ന ഒരു ദിക്ർ ചൊല്ലാൻ പറ്റില്ല എങ്കിൽ ഹാവു കഴിച്ചിലായി എന്നാണോ വിചാരിക്കുന്നത്? അതല്ല, അതിൻ്റെ പേരിൽ വല്ലാത്തൊരു വിഷമമാണോ നമുക്ക് തോന്നുന്നത് നോക്കുക. നാലാമത്തത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയോടുള്ള, സുന്നത്തുകളോടുള്ള അമിതമായ സ്നേഹം. ഈ സ്നേഹം അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ അടയാളമാണ്. എന്താണ് തെളിവ്? സൂറത്ത് ആലി ഇമ്രാനിലെ 31-ാമത്തെ ആയത്തിൽ കാണാം, ഖുൽ, നബിയെ പറയുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ ഇത്തിബാ ചെയ്യൂ, എന്നെ ഫോളോ ചെയ്യൂ, യുഹ്ബിബുകുമുല്ലാഹ്, അപ്പോൾ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും. അള്ളാഹു സ്നേഹിക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ സ്നേഹം കിട്ടാൻ എന്ത് വേണം? ഫത്തബിഊനി, നബിയുടെ സുന്നത്തിനെ പിൻപറ്റണം. അഞ്ചാമത്തത്, സുന്നത്തായ ഐച്ഛികമായ ഇബാദത്തുകളോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ ഫർള് നമസ്കാരത്തിൻ്റെ കൂടെ ഒരുപാട് സുന്നത്ത് നിസ്കാരമുണ്ട്, ഫർളായ നോമ്പിൻ്റെ കൂടെ ഒരുപാട് സുന്നത്തായ നോമ്പുകളുണ്ട്, ഫർളായ സക്കാത്തിൻ്റെ കൂടെ സദഖയുണ്ട്, ഫർളായ ഹജ്ജിൻ്റെ കൂടെ സുന്നത്തായ ഹജ്ജുകളും ഉംറയും ഒക്കെ ഉണ്ട്. അങ്ങനെ തുടങ്ങി ഒരുപാട് നവാഫിലുകളുണ്ട്. ആ നവാഫിലുകൾ ഹദീസിൽ വന്നത്, വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിൻ നവാഫിലി ഹത്താ ഉഹിബ്ബഹു. ഈ നവാഫിലുകളെ നമ്മൾ പതിവാക്കുക. ആറാമത്തത്, അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും മാത്രം ആഗ്രഹിച്ച് ഒരാളെ സ്നേഹിക്കുക. അങ്ങനെയാണ് എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിഞ്ഞാൽ അറിയുക അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ഭൗതികമായ ഒരു താല്പര്യമില്ല, കച്ചവടം, ഞാനും ആ വ്യക്തിയും തമ്മിൽ ഒരു കച്ചവട ബന്ധമുണ്ട്, അല്ലെങ്കിൽ വിവാഹ ബന്ധമുണ്ട്, അതല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും നേട്ടങ്ങളുണ്ട്. ഈ നേട്ടങ്ങളൊന്നുമില്ല, മറിച്ച് ആ വ്യക്തി തൗഹീദുള്ള ആളാണ്, ഞാനും തൗഹീദുള്ള ആളാണ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മനഹജിനെ പിൻപറ്റുന്ന ഒരാളോടുള്ള മനസ്സിലെ മഹബത്ത് റബ്ബ് നമ്മെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. ഏഴാമത്തത്, രണ്ടെണ്ണം കൂടി പറയാം. ഏഴാമത്തത്, ദുനിയാവിനോടുള്ള വിരക്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലെ, ദുല്ലനി അലാ അമലിൻ ഇദാ അന അമിൽതുഹു അഹബ്ബനി അല്ലാഹു വ അഹബ്ബനി അന്നാസ്. അള്ളാഹുവിൻ്റെയും ജനങ്ങളുടെയും ഇഷ്ടം ഒരുപോലെ നേടിയെടുക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ഹദ് ഫിദ്ദുനിയ യുഹിബ്ബക്കല്ലാഹ്, ദുനിയാവിനോട് നീ വിരക്തി കാണിക്കുക എങ്കിൽ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും. വസ്ഹദ് ഫീമാ ഫി ഐദിന്നാസ് യുഹിബ്ബുക്കന്നാസ്, ജനങ്ങളുടെ കൈകളിലുള്ളതിനോടും വിരക്തി കാണിക്കുക എങ്കിൽ ജനങ്ങൾ നിന്നെ സ്നേഹിക്കും. എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടേത് കൈക്കലാക്കണം എന്ന ചിന്തയോ അസൂയയോ ഒന്നും ഉണ്ടാവരുത്. അതുണ്ടാവണമെങ്കിൽ ആദ്യം പറഞ്ഞത് ഉണ്ടാവണം. എന്താണ്? ദുനിയാവിനോട് വിരക്തി. ഈ ഭൗതിക ലോകം എന്ന് പറഞ്ഞാൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? ഞാനൊരു യാത്രക്കാരനെ പോലെയാണ്, ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കാൻ വേണ്ടി അല്പം ഇരുന്നത് പോലെയാണ് ഈ ദുനിയാവ്. എഴുന്നേറ്റ് ഏത് സമയവും പോകണം. ആരെങ്കിലും ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വലിയ ഫ്ലാറ്റ് കെട്ടി താമസിക്കുമോ? ഇല്ല. ആ കിട്ടിയ മണ്ണിൽ കയ്യും വെച്ച് കിടന്നുറങ്ങുക എന്നല്ലാതെ എന്നതുപോലെയേ ദുനിയാവിനെ കാണേണ്ടതുള്ളൂ. നമ്മളൊക്കെ ഒരു യാത്രക്കാരാണ്. ഒരു നിശ്ചിത സമയത്ത് നമ്മളിവിടെ വന്നു, വർഷങ്ങൾക്ക് മുമ്പ് നമ്മളിവിടെ ഇല്ലല്ലോ, നമ്മൾ വന്നു, കുറച്ച് കഴിഞ്ഞാൽ ഇനി നമ്മളിവിടെ കാണുകയുമില്ല. അവസാനമായി സൂചിപ്പിക്കാനുള്ളത്, ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഒരു വ്യക്തിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഘത്തിൻ്റെ കൂടെ അയച്ചു. ഇമാമ് നിൽക്കാൻ അദ്ദേഹത്തെയാണ് ഏൽപ്പിച്ചത്. അപ്പോൾ ഇദ്ദേഹം എല്ലാ റക്അത്തിലും ഒരു നിശ്ചിത സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ പിന്നെ എൻഡ് ചെയ്യുന്നത് സൂറത്തുൽ ഇഖ്ലാസ് കൊണ്ടാണ്. ഉദ്ദേശിച്ച സൂറത്ത് ഓതും, അതിനുശേഷം പിന്നീട് ബിസ്മി ചൊല്ലി ഖുൽ ഹുവല്ലാഹു അഹദ്. ഇത് എല്ലാ റക്അത്തിലും ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തെ വഴക്കൊന്നും പറഞ്ഞില്ല. കാരണം ഒരാൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവില്ല. അള്ളാഹുവിൻ്റെ റസൂൽ തീർച്ചയായും ചോദിച്ചിട്ട ഏത് വിഷയത്തിലും, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്ലാത്തൊരു ഗുണമായിരുന്നു, എന്ത് വിഷയത്തിലും എന്താണ് അതിന് കാരണം എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി പറയാണ്, സലൂഹുലി അയ്യി ഷൈഇൻ യസ്നഉ ദാലിക്. എന്തിനാണ് ആ വ്യക്തി അങ്ങനെ എല്ലാ സൂറത്തിലും? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യാറില്ല. സൃഷ്ടികളിൽ ശ്രേഷ്ഠനായ, ജനങ്ങൾക്ക് മാതൃകയാവേണ്ടവനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ റക്അത്തും ഇഖ്ലാസ് കൊണ്ടല്ല അവസാനിപ്പിച്ചത്. ആ വ്യക്തി അങ്ങനെയാണ് അവസാനിപ്പിച്ചത്. അതിന് കുഴപ്പമില്ല. റസൂൽ ചോദിക്കാൻ എന്താണ് കാരണം? അങ്ങനെ അവർ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് മറുപടി നോക്കൂ നിങ്ങൾ. നമുക്കൊക്കെ അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? അങ്ങനെ ചിന്തിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവട്ടെ ഏത് വിഷയങ്ങളിലും. ലിഅന്നഹാ സിഫത്തുർ റഹ്മാൻ, അള്ളാഹുവിൻ്റെ പരമകാരുണികനായ അള്ളാഹുവിൻ്റെ സിഫത്തുകളല്ലേ അത്. അള്ളാഹു ഏകനാണ്, അവൻ ആരുടെയും ആശ്രയമില്ലാത്തവനാണ്, അവൻ ജനിച്ചിട്ടില്ല, ജന്മം നൽകിയിട്ടില്ല, അവന് തുല്യമായ ആരുമില്ല. ഇതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അത് വല്ലാത്തൊരു കാര്യമാണത്. അള്ളാഹുവിൻ്റെ സിഫാത്തുകളോട് പോലും സ്നേഹം തോന്നുക. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബലില്ല. അതുകൊണ്ട് തന്നെ ഫഅന ഉഹിബ്ബു അൻ അഖറഅ ബിഹാ, അതുകൊണ്ട് തന്നെ അത് ഓതാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ എനിക്ക് ഇഷ്ടമാണ്. കാരണം റബ്ബിൻ്റെ സിഫാത്താണ്. നോക്കൂ നിങ്ങൾ, റബ്ബിൻ്റെ സിഫാത്തിന് ഇഷ്ടപ്പെട്ട് ആ ഭാഗം റിപ്പീറ്റ് ചെയ്ത് ഓതി അള്ളാഹുവിൻ്റെ മഹബത്ത് നേടിയെടുത്തില്ലേ?